അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിന്റെ കൃപ ഞാൻ എന്നും പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തോറും ഞാൻ വിവരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ഞാൻ എന്നും പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത തലമുറ തോറും ഞാൻ വിവരിക്കും. അങ്ങയുടെ കൃപയാൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും വിശ്വസ്തത സ്വർഗത്തെ സുസ്ഥിരമാണെന്നും അങ്ങ് പറഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു, ദാസനായ ദാവീദിനോട് ശപഥം ചെയ്തു. നിന്റെ സന്തതിയെ ഞാൻ എന്നെന്നും നിലനിർത്തും. നിന്റെ സിംഹാസനം തലമുറ തോറും പണിതുയർത്തും. കർത്താവേ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങൾ പ്രകീർത്തിക്കട്ടെ. വിശുദ്ധരുടെ സമൂഹം അങ്ങയുടെ വിശ്വസ്തതയെ. കർത്താവിന് തുല്യനായ ഉന്നതത്തിൽ ആരുണ്ട്? വാനദൂതരിൽ അങ്ങേക്ക് സദൃശനായ ആരാണുള്ളത്? വിശുദ്ധരുടെ സമൂഹത്തിൽ ദൈവം സന്നിഹിതനാണ്. ചുറ്റുമുള്ള എല്ലാവരെയും കാൾ ഉന്നതനും ഭീതിതനുമാണ്. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയെപ്പോലെ ബലവാനായ ആരാണുള്ളത്? അങ്ങയുടെ വിശ്വസ്തത അങ്ങയുടെ ചുറ്റും. ഇളകി മറിയുന്ന കടലിനെ അങ്ങ് അടക്കി വാഴുന്നു. അലറി വരുന്ന തിരമാലകളെ അങ്ങ് നിശബ്ദമാക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് തുല്യം അഹങ്കാരികളെ അങ്ങ് വിനീതരാക്കുന്നു. അങ്ങയുടെ ഭുജബലത്താൽ വൈരവൃന്ദത്തെ ചിതറിക്കുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടേതാകുന്നു. ലോകവും അതിലുള്ള സമസ്തവും അങ്ങ് സ്ഥാപിച്ചു. വടക്കും തെക്കും അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു. താബോറും ഹെർമോനും അങ്ങയുടെ നാമം സ്തുതിക്കുന്നു. ശക്തിയും ശേഷിയും അങ്ങയുടേതാണ്. അങ്ങയുടെ കരം പ്രബലമാണ്. അങ്ങയുടെ വലങ്കൈ വിജയിച്ചിരിക്കുന്നു. നീതിയിലും ന്യായത്തിലും അങ്ങയുടെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കൃപയും സത്യവും തിരുസന്നിധിയിലുണ്ട്.
അങ്ങയുടെ മഹത്വമറിയുന്ന ജനം ഭാഗ്യവാന്മാർ. അങ്ങയുടെ മുഖകാന്തിയിൽ അവർ വ്യാപരിക്കുന്നു. തിരുനാമത്തിൽ അവർ എന്നും ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയാൽ അവർ ഉയർത്തപ്പെടുന്നു. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങാണല്ലോ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ വിജയിപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവും. ഒരിക്കൽ അവിടുന്ന് തന്റെ നീതിനിഷ്ഠരോട് ദർശനത്തിൽ സംസാരിച്ചു. ഒരു മനുഷ്യനെ ഞാൻ സഹായിച്ചു, ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധിയുടെ ധൈര്യത്താൽ അവനെ അഭിഷേചിച്ചു. എന്റെ കരം അവന് സഹായമേകി, എന്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തി. അവന്റെ ശത്രു ഒന്നും നേടിയില്ല, ദുഷ്ടരവനെ കീഴ്പ്പെടുത്തിയില്ല. അവന്റെ മുമ്പേ ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും, എതിരാളികളെ ഞാൻ തകർക്കും. എന്റെ വിശ്വസ്തതയും കൃപയും അവനോടൊത്താണ്, എന്റെ നാമത്തിൽ അവൻ വിജയം വരിക്കും. അവന്റെ കരം സമുദ്രത്തിന്മേലും വലതുകരം നദികളുടെ മേലും ഞാൻ വയ്ക്കും. അവൻ ഉദ്ഘോഷിക്കും, അങ്ങാണ് എന്റെ പിതാവ്, എന്റെ ദൈവവും ബലവാനായ രക്ഷകനും അങ്ങു തന്നെ. ഞാൻ അവനെ എന്റെ ആദിജാതനാക്കും, ഭൂമിയിലെ രാജാക്കന്മാരിൽ ഏറ്റവും സമുന്നതനാക്കും. അവരോട് ഞാൻ എന്നും കൃപ കാണിക്കും, എന്റെ ഉടമ്പടി അഭംഗുരം പാലിക്കും. അവന്റെ സന്തതിയെ ഞാൻ നിത്യമായി നിലനിർത്തും, അവന്റെ സിംഹാസനം സ്വർഗത്തിലെ ദിവസങ്ങൾ പോലെയും. അവന്റെ മക്കൾ എന്റെ പ്രമാണം മറക്കുകയും എന്റെ കൽപ്പന ലംഘിക്കുകയും ചെയ്താൽ അവരുടെ ദുഷ്ടതയെ ദണ്ഡുകൊണ്ടും അകൃത്യങ്ങളെ പ്രഹരം കൊണ്ടും ഞാൻ ശിക്ഷിക്കും. എങ്കിലും ഞാൻ എൻ്റെ കൃപ പിൻവലിക്കുകയില്ല, എന്റെ വിശ്വസ്തത മാറ്റുകയില്ല. എന്റെ ഉടമ്പടി ഞാൻ ഉപേക്ഷിക്കുകയില്ല, എന്റെ വാക്കുകളിൽ മാറ്റം വരുത്തുകയില്ല. എന്റെ പരിശുദ്ധിയിൽ ദാവീദിന് ഞാൻ ഒരു നാൾ വാക്കു നൽകി, ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. അവന്റെ വംശം എന്നും നിലനിൽക്കും, സിംഹാസനം സൂര്യനെ പോലെയും വിശ്വസ്ത സാക്ഷിയായ ചന്ദ്രനെ പോലെയും എന്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും. എങ്കിലും അങ്ങ് എന്നെ മറന്നുപോയി, എന്നെ തിരസ്കരിച്ചു, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിച്ചു. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി തള്ളിക്കളഞ്ഞു, അവന്റെ കിരീടം നിലത്തെറിഞ്ഞു. അവന്റെ മതിലുകൾ ഇടിച്ചു വീഴ്ത്തി, കോട്ടകളെല്ലാം തട്ടിത്തകർത്തു. വഴിപോക്കരെല്ലാം അവനെ ചവിട്ടി മെതിച്ചു, അയൽക്കാർ അവനെ പരിഹസിച്ചു. അവന്റെ ശത്രുക്കളെ നീ ശക്തിപ്പെടുത്തി, വിദ്വേഷികൾക്കെല്ലാം ആനന്ദമേകി. അവന്റെ വാളിന്റെ സഹായം നീ പിൻവലിച്ചു, യുദ്ധക്കളത്തിൽ തുണ നൽകിയില്ല. അവനെ വിജയിപ്പിക്കുന്നവരെ അങ്ങ് ഇല്ലാതാക്കി, അവന്റെ സിംഹാസനം മറിച്ചിട്ടു. അവന്റെ യൗവനനാളുകൾ വെട്ടിച്ചുരുക്കി, അപമാനത്താൽ അവനെ പൊതിഞ്ഞു. കർത്താവേ, എത്ര നാളങ്ങ് കോപിച്ചിരിക്കും, എന്നേക്കും അങ്ങയുടെ കോപം കത്തിച്ചൊലിക്കുമോ? ഞാൻ ധൂളി മാത്രമാണെന്ന് ഓർക്കണമേ, മനുഷ്യൻ വ്യർത്ഥതയ്ക്ക് അടിമയാണെന്ന് അനുസ്മരിക്കണമേ. മരണമടയാതെ ജീവിക്കുകയും സിയോലിന്റെ പിടിയിൽ നിന്ന് സ്വയം രക്ഷിക്കുകയും ചെയ്ത മനുഷ്യനാരുണ്ട്? കർത്താവേ, വിശ്വസ്തതയിൽ അങ്ങ് ദാവീദിന് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പൂർവകാല നന്മകൾ എവിടെയാണ്? കർത്താവേ, അങ്ങയുടെ ദാസന്റെ അപമാനം ഓർക്കണമേ, ജനതകളുടെ ആക്ഷേപം ഞാൻ സദാ സഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ എന്നെ ദ്വേഷിക്കുന്നു, അങ്ങയുടെ അഭിഷിക്തന്റെ കാലടികളെ നിന്ദിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ, ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകുന്നു. ധന്യപിതാവാം ശിമയോനെന്നും സഹദാന്മാരുടെ കാൽപ്പാടുകളെ പിഞ്ചെന്നു. സത്യം പുലരാൻ തീഷ്ണതയോടെ വിഗ്രഹ സേവക നിരയെ നിശിതം ശാസിച്ചു. അജപാലകനാം ശിമയോനൊപ്പം 100 പരമനുയായികളും സാപ്പോറാം ഭരണാധിപനാൽ സഹദാന്മാരായി മൃതി പുൽകി. ആണികളാലത് പീഡനവും ദണ്ഡന ക്ലേശവുമേറ്റവരാം സഹദാന്മാരുടെ ഓർമ്മദിനം ആദരവോടെ ഘോഷിക്കാം, നാഥന സ്തുതി പാടാം. നിങ്ങൾ സ്വയം ബലിയായി അർപ്പിക്കുവിൻ. വിനയാന്വിതനാം മൂശ സമാനം ശിമയോനെന്ന അജവൃന്ദത്തെ മീച്ചു. വയലേലകളിൽ സൗമ്യതയോടെ ബോധനമേകി വചനം നൽകി പാലിച്ചു. ദിവ്യാത്മാവിൻ മധുരിമ നിറയും ഉറവയിൽ നിന്നു കുടിപ്പിച്ചു. കേപ്പായി കീശോ നൽകിയതാം കൽപ്പന സതതം പാലിച്ചു. അജവൃന്ദത്തിൻ രക്ഷയ്ക്കായി സ്വയം ഒരു ബലിയായി അർപ്പിച്ചു. ജാഗ്രതയാർന്നൊരു സേവകനെ ശിമയോനെ, നിൻ ചരിതങ്ങൾ കീർത്തിതമീ മണ്ണിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നീ സുദിനം ദൂതഗണങ്ങൾ ശിമയോനെ നിൻ ഓർമ്മദിനം കൊണ്ടാടുന്നു. നാഥനെ വിരവിൽ പിഞ്ചെന്നു നീ അവനോടൊപ്പം പീഡകളഖിലം കയ്യേറ്റു. നിന്നോടൊപ്പം പീഡകളേറ്റോ വാളാൽ മകുടം ചൂടുകയായി. സഹദാന്മാരെ തിരുസഭയിൽ വിസ്തൃതരാക്കിയ മിശിഹായെ, നരവംശത്തിൻ സ്നേഹിതനെ, നിൻ തിരുസഭയെ കാക്കണമേ. അവരുടെ പ്രാർത്ഥനയാലെന്നും കരുണയും അൻപും ചൊരിയണമേ. നാഥാ സകലേശ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ
നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുടെ ദിനത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളട്ടെ. യാക്കോബിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കഷ്ടതയുടെ ദിനത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളട്ടെ. യാക്കോബിന്റെ ദൈവം നിന്നെ തുണയ്ക്കട്ടെ. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുന്ന് സഹായം നൽകും. സിഹിയോനിൽ നിന്ന് സംരക്ഷണമേകും. കർത്താവ് നിന്റെ ബലികളെല്ലാം ഓർമ്മിക്കട്ടെ. നിന്റെ ദഹന ബലികൾ സ്വീകാര്യമാകട്ടെ. കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കട്ടെ. അവിടുന്ന് നൽകിയ രക്ഷയെ പ്രതി ഞങ്ങൾ ആനന്ദ കീർത്തനങ്ങൾ പാടും. തിരുനാമത്തിൽ ഞങ്ങൾ അഭിമാനിക്കും. കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റട്ടെ. ദൈവം ശക്തമായ കരത്താൽ അഭിഷിക്തരെ രക്ഷിച്ചെന്നും സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളിയെന്നും ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ചിലർ രഥങ്ങളെയും മറ്റു ചിലർ കുതിരകളെയും ആശ്രയിക്കുന്നു. ഞങ്ങളോ കർത്താവിന്റെ നാമത്തിൽ ശക്തി നേടും. അവർ നിലംപതിക്കും, ഞങ്ങളോ ഉറച്ചു നിൽക്കും. കർത്താവ് ഞങ്ങളെ രക്ഷിക്കും. അവിടുന്ന് രാജാവായി വാഴും. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മിശിഹാ കർത്താവേ വിസ്തൃതയോദ്ധാവാം മാശമയോനെ നീ മകുടം ചൂടിച്ചു. രാവും പകലും അവൻ പ്രാർത്ഥനയാലെന്നും മക്കൾ ഞങ്ങൾക്കായി കോട്ടയൊരുക്കട്ടെ. താതനണച്ചിടും പ്രാർത്ഥനയാൽ ഞങ്ങൾ രക്ഷിതരാകട്ടെ ദുഷ്ടരിൽ നിന്നെന്നും. നിന്റെ വിശുദ്ധർത്തൻ പ്രാർത്ഥന എന്നാളും ഉന്നത സ്വർഗത്തിൻ വാതിൽ തുറന്നിടും. ഞങ്ങളണച്ചിടും യാചന കേൾക്കണമേ, വാതിൽ തുറക്കണമേ ഇവരുടെ അർത്ഥനയാൽ. താതനും ആത്മജനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം.
കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധനായ ഞങ്ങളുടെ പിതാവ് ബാർശമയോനെ വിസ്തൃതനാക്കുകയും കഷ്ടതയുടെ നാടുകളിൽ ദുഷ്ടനും അവൻ്റെ സൈന്യത്തിനുമെതിരായി ഉറച്ചു നിൽക്കാൻ ശക്തി നൽകി വിജയിപ്പിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാർശമയോനെ ശക്തിയേറിയ ആയുധം ധരിപ്പിക്കുകയും ശത്രുക്കളുടെ പീഡനങ്ങൾക്കെതിരെയും സാത്താൻ്റെ കെണികൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ ശക്തിപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാർശമയോനും അവനെ പിൻചെന്നവർക്കും നിത്യം നിലനിൽക്കുന്ന സന്തോഷവും അവർണ്ണനീയമായ സൗഭാഗ്യവും നിത്യജീവനും മാലാഖമാരോടൊത്തുള്ള വാസവും വാഗ്ദാനം ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാലാഖമാരുടെ നൈർമല്യത്തിൽ ജീവിക്കാനും ചരിക്കാനും ശക്തമായ ഉപവാസങ്ങളാലും ഉണർവുള്ള ജാഗരണങ്ങളാലും നിസ്സാരങ്ങളായ പോഷണങ്ങളാലും സ്ഥിരതയുള്ള പ്രാർത്ഥനകളാലും ദൈവികമായ പ്രത്യുത്തരം നൽകാനും മാർശമയോനെ സഹായിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാർശമയോനെ വിശദീകരിച്ച് പ്രഭാപൂർണനാക്കുകയും അവൻ്റെ പ്രാർത്ഥനയിൽ അഭയം തേടുന്നവർക്ക് സഹായങ്ങളുടെ ഉറവയാക്കി തീർക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരെ വളർത്തുന്നവനും സ്നേഹിതരെ വിസ്തൃതനാക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസനും സ്നേഹിതനും ശുശ്രൂഷകനുമായ മാർശമയോൻ്റെ ഓർമ്മ ആഘോഷിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ നിന്റെ സത്യത്താൽ രക്ഷിക്കുകയും നിന്റെ ജനത്തിന്മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ